പിരാടൻ രുചികളത്തിൻ്റെ ഏറ്റവും പുതിയ ചട്നി സീരീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിനോദാണ്, കൂടെ പങ്കാളി രാധികയും. പങ്കാളി, അപ്പം ഇന്ന് മധ്യപ്രദേശിന്റെ ചട്നിയാന്നല്ലേ പറഞ്ഞത്? അതെ, ഈ ചട്നിയുടെ പേര് തിൽക്കി ചട്നി, സെസ്മി സീഡ് ചട്നി എന്ന് പറയും. അതായത് നമ്മുടെ എള്ള്, വെളുത്ത എള്ള്. നമുക്ക് ഇങ്ങനെ തന്നെ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. തൊലി കളഞ്ഞ എള്ളാണിത്. ഇത് ഉപയോഗിച്ചിട്ടുള്ള ചട്നിയാണ്. ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ? ഇത് 1/4 കപ്പ് വെളുത്ത എള്ള്, 5 വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂൺ ജീരകം, 2 ടേബിൾ സ്പൂൺ മല്ലിയില, 2 പച്ചമുളക്, പിന്നെ 1/2 ടീസ്പൂൺ നാരങ്ങ നീര്. 1/2 ടീസ്പൂണിൽ 1 ടീസ്പൂൺ നാരങ്ങ, പിന്നെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. ഇതിപ്പോ ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ പണിയിലേക്ക് തുടങ്ങാം. പണി നമുക്ക് ഇനി ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ നമ്മള് ഈ എള്ളൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. അതിനൊരു പാൻ വെക്കുക. നമുക്ക് ചെറിയ ഫ്ലെയിം മതി ഇതിന്, ഒരുപാട് വലിയ ഫ്ലെയിം ഇടണ്ട. പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ 1/4 കപ്പ് എള്ളിട്ട് ചെറിയ ഫ്ലെയിമിൽ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. അത് 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇത് പയ്യെ പൊട്ടാൻ തുടങ്ങും. അത് ചെറിയ ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എണ്ണയൊന്നും ഒഴിക്കേണ്ട കേട്ടോ, ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതി. വലിയ ഫ്ലെയിം വെക്കണ്ട, അത്രയേ ഉള്ളൂ. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ചെറിയ ബ്രൗൺ കളർ ആവും. അത്രയേ ഉള്ളൂ ഈ അടുപ്പിലെ പരിപാടി. അത് കഴിഞ്ഞ് നമ്മൾ ഇത് പിന്നെ ഈസിയാണ്. അത്രയേ ഉള്ളൂ അടുപ്പിലെ പരിപാടി. ഇപ്പം ചെറിയ ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട്, പയ്യെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പം. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം അല്ലേ? ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ നമ്മൾ ഇതങ്ങ് ഓഫ് ചെയ്യുക. ഇനി ഇത് തണുക്കാൻ വെക്കണം. തണുത്തിട്ടാണ് നമ്മളിനി അരച്ചെടുക്കുക, ചട്നി ചെയ്യാൻ പോകുന്നത്. എന്താ പയ്യെ പൊട്ടിത്തെറിക്കുന്നുണ്ട്, നോക്കിയാൽ കാണാം. റോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അല്ലേ ചിലത് കളറ് ബ്രൗൺ ആവാതെ വരും, ഗോൾഡൻ കളർ ആവാതെ വരും. പയ്യെ പൊട്ടിത്തെറിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി അടച്ചു വെക്കാം. ഇനി ഇത് തണുക്കട്ടെ, എന്നിട്ട് ചട്നി അരയ്ക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ എള്ള് വറുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചട്നി ഉണ്ടാക്കാൻ പോവാണ്. അപ്പം അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിൽ ഇത് അരച്ചാൽ അത്ര ശരിയാകുകയല്ല. കാരണം ഇത് എന്താ പറയുന്നേ, സ്മൂത്തായിട്ട് അരയ്ക്കുന്ന ഒരു ചട്നി അല്ല ഇത്. എടുക്കുന്ന ഒരു ചട്നിയാണ്. അതുകൊണ്ട് നമ്മൾ ഈ കല്ലിൽ ചതച്ചെടുക്കാൻ പോവാണ്. ആദ്യം നമ്മൾ വറുത്തോണ്ട് എള്ള്, പിന്നെ പച്ചമുളക്, അതുപോലെ വെളുത്തുള്ളി 5 വെളുത്തുള്ളി, ജീരകം 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ മല്ലിയില 2 ടേബിൾ സ്പൂൺ മല്ലിയില. അല്ല, ഈ നാരങ്ങ നീര് നമ്മൾ ചതച്ചെടുത്ത ശേഷമാണ് ചേർക്കുന്നത്. അപ്പൊ ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. ഞാനിത് ഇത് മറ്റേ നമ്മുടെ കല്ല് ചെറുതായതുകൊണ്ടാണ് ഇതെടുത്തത്. ഞാൻ കുറച്ചുകൂടെ കുറച്ച് സമയം എടുക്കുമെന്നാ തോന്നുന്നു കേട്ടോ. ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എള്ളിന്റെ ഒരു മണം വരുന്നുണ്ട്. ഇനി ഒന്ന് ചതഞ്ഞു കഴിയുമ്പോൾ നമ്മളിത് ഒഴിക്കാൻ പോവാണ്. നാരങ്ങാ നീരും വെള്ളവും. ഇത് കാണാൻ പറ്റും. ഇങ്ങനെയാണ് ചതയല്ലേ? ഏതാണ്ട് ഇത്രയും ചതഞ്ഞു കഴിയുമ്പോൾ നാരങ്ങാ നീരും വെള്ളവും, 1 ടീസ്പൂൺ നാരങ്ങാ നീര്, വെള്ളം 1 ടേബിൾ സ്പൂൺ. ഞാനിപ്പോൾ ഒഴിച്ചു നോക്കുകയാണ്. വെള്ളം പോലെയുള്ള ചട്നി അല്ല ഇത്. അപ്പോൾ നമ്മൾ നോക്കി ഒഴിക്കുക. ഇതിപ്പോൾ 1 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഇപ്പോൾ ഉപയോഗിച്ചത്. നമുക്ക് നോക്കാം. ഏതാണ്ട് നല്ല പേസ്റ്റ് ആയിട്ടല്ല, ഇങ്ങനെ തരിതരിപ്പോടുകൂടി അരച്ചു വെച്ചിരിക്കുന്നതാണ്. നാരങ്ങയ്ക്ക് പകരം നാരങ്ങ ഇല്ലെങ്കിൽ പകരം പുളിയുടെ വെള്ളം
1 ടീസ്പൂൺ ഒഴിച്ചാലും മതി. വാളംപുളി. വാളംപുളി. അപ്പൊ നമ്മുടെ ചട്നി ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇത് അവരെ ചോറിനും ദാൽ ചാവല് അതുപോലെ തന്നെ ചപ്പാത്തിക്ക് പൊറോട്ടയ്ക്ക് എല്ലാം ഉപയോഗിക്കും. ഇത് അവരുടെ ഒരു ക്ലാസിക് ചട്നിയാണ്. മധ്യപ്രദേശിന്റെ ക്ലാസിക് ചട്നിയാണ് തിൽക്കി ചട്നി. നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഈ ചട്നി സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ചട്നിയിൽ ഇത് ഫ്രഷ് ആയിട്ട് അരച്ച് ഫ്രഷ് ആയിട്ട് ചോറിന്റെ കൂടെ അല്ലെങ്കിൽ പൊറാട്ടയുടെ കൂടെ കഴിക്കുന്ന അന്നേരം കളർ ചിലപ്പോൾ ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്. ബിരാളൻ രുചികളത്തിന്റെ ചട്നി സീരീസിലെ ഈ മധ്യപ്രദേശ് ചട്നി റെഡി ആയിട്ടുണ്ട്. ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കണം. നല്ല മണമൊക്കെയാണ്, നല്ല ടേസ്റ്റാണ്. എന്തിൻ്റെ കൂടെ ഉപയോഗിക്കാം, ചപ്പാത്തിയുടെ കൂടെ ഉപയോഗിക്കാം. വെള്ളമാണെങ്കിൽ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പം വളരെ ആരോഗ്യകരമായ ഒരു ചട്നിയാണ്. പരീക്ഷിച്ച് നോക്കുക. ഞങ്ങളുടെ ബിരാളൻ രുചികളത്തിൻ്റെ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും പുതിയ ചട്നിയും പുതിയ വിഭവങ്ങളുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.